അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു ചെറിയൊരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സുബഹി നമസ്കാരത്തിന്റെയും അതിന്റെയും സുന്നത്തിന്റെ ഇടയിൽ ഈ സൂറത്ത് നിങ്ങൾ ഓതി നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നമുക്ക് നൽകപ്പെടുന്നതാണ്. ചെറിയൊരു സൂറത്താണ്, പക്ഷെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് പേര് ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. പ്രയാസപ്പെടുന്നവരോട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം. അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ നാം ഇപ്പോൾ ഉള്ളത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ്. പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്ത് നിങ്ങൾ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓതിയാൽ, ഈ രൂപത്തിൽ നിങ്ങൾ ഓതിയാൽ അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. നാം അല്ലാഹുവിനോട് അടുക്കണം. അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരുന്നത്. അല്ലാഹുവിനെ നാം പേടിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹുവിനെ നമ്മൾ പേടിച്ചാൽ ലോകം മുഴുവനും നമ്മളെ പേടിക്കും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു പറയുന്നു, നിങ്ങളുടെ വിഷയങ്ങളും പ്രതിസന്ധികളും മാറണോ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുന്നതാണ്. അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് നിലനിൽപ്പ് ഈ ഭൂമിയിൽ, നിങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽപ്പ് വേണമെങ്കിൽ അധികാരം വേണം, അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ദീൻ സൗകര്യപ്പെടുത്തി തരും. നിങ്ങൾക്ക് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ദീനിന്റെ മജ്‌ലിസുകൾ ഒരുമിച്ച് കൂട്ടുന്നതിനും മക്കളെല്ലാം മദ്രസയിൽ വിട്ട് ദീൻ പഠിപ്പിക്കുന്നതിനും ബാങ്കിന്റെ ധ്വനികൾ പുറത്തു വിടുന്നതിനും സലാത്തിന്റെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ആരെയും ഭയമില്ലാതെ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുന്നതിനെല്ലാം ഞാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരുമെന്ന് അല്ലാഹു പറയുകയാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം, നമ്മൾ ആരെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ, നിങ്ങളുടെ പൗരത്വത്തെ ആരും ചോദ്യം ചെയ്യാതെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമോ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു പറയുന്നു, അതിന് നിങ്ങൾ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അല്ലാതെ സിനിമാ നടന്മാരെയോ നടിമാരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലകൾ നടത്തുന്ന ആൾക്കാരെയോ നമ്മുടെ ഹൃദയങ്ങളിൽ കൊണ്ടു നടന്നാൽ പോരാ. എന്റെ റബ്ബ് പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹ്, അവൻ ഞാൻ അംഗീകരിക്കുന്നവൻ, കൽപ്പനകളെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് നല്ല വിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ നമസ്കാരങ്ങൾ നിലനിർത്തണം, ആരാധനകൾ വർദ്ധിപ്പിക്കണം. രണ്ടാമത്തത് ഖുർആൻ പറയുന്നു, നിങ്ങളുടെ സകാത്ത് നിങ്ങൾ കൊടുത്തു വിടണേ. മൂന്നാമത്തെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വഴിപ്പെടണേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് വിളിച്ചു പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ്. ഒട്ടേറെ മഹത്വങ്ങളടങ്ങിയ സൂറത്താണ്. ഒന്നാമത്തെ മഹത്വം, സുബഹി നമസ്കാരം കഴിഞ്ഞ് 40 വട്ടം ഈ സൂറത്ത് ഓതിയാൽ, അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞ് 40 വട്ടം ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ, ചെറിയൊരു സൂറത്താണ്, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടാകട്ടെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരുന്നതാണ്. ഒരുപാട് പേര് ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്, കടമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരുണ്ട്, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ സുബഹി കഴിഞ്ഞ് 40 വട്ടം ഈ സൂറത്തിനെ നിങ്ങൾ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഏത് വിഷയമാകട്ടെ അല്ലാഹു അത് പരിഹരിച്ചു തരുന്നതാണ്. നല്ല ഇഖ്ലാസോടെ അല്ലാഹുവേ നിന്റെ ഖുർആന് വലിയ മഹത്വമുണ്ട് അല്ലാഹ് എന്ന് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരും. നിങ്ങൾ എന്ത് ആഗ്രഹവും അല്ലാഹു സാധിപ്പിച്ചു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മക്കളുടെ പ്രശ്നങ്ങളാണോ, ഇനി ഭർത്താവിന്റെ പ്രശ്നങ്ങളാണോ, മക്കളുടെയും ഭർത്താവിന്റെയും ജോലിയിൽ ബർക്കത്ത് വേണോ, മക്കളുടെ വിദ്യാഭ്യാസം ഉയർച്ചയിലെത്തണമോ, അതുപോലെ തന്നെ നല്ലൊരു വീടില്ലേ,
ഏത് പ്രശ്നമായിക്കോട്ടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഈ സൂറത്ത് കൊണ്ട് നിങ്ങൾക്ക് പരിഹരിച്ചു തരുന്നതാണ്. ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ സൂറത്തിൽ 40 വട്ടം സുബഹി നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഓതി നോക്ക്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഓതിയിട്ട് ഫലം കണ്ടില്ലെങ്കിൽ 2-3 ദിവസം നിങ്ങൾ ഓതി നോക്ക്. എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫലം കാണുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വസ്തുക്കൾ കളഞ്ഞു പോയാൽ നിങ്ങൾ നിയത്ത് വെക്കുക, ഇൻഷാ അല്ലാഹ് കളഞ്ഞുപോയ എന്റെ സാധനം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ സൂറത്ത് പാരായണം ചെയ്യാം എന്ന് നിങ്ങൾ നിയത്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നേർച്ച വെച്ച് നിങ്ങൾ ഓതുക, ഇൻഷാ അല്ലാഹ് നിങ്ങൾ കളഞ്ഞുപോയ ആ സാധനം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഓതുക നല്ല ഖലാസോടെ അല്ലാഹുവിലേക്ക് ഹൃദയങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓതണം. അതുപോലെ തന്നെ കുടുംബത്തിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ ഈ സൂറത്ത് നിങ്ങൾ നിത്യമായി പാരായണം ചെയ്യുക. ശരീരവേദന ഉള്ളവർ ഈ സൂറത്ത് ഓതി കൈവെള്ളയിൽ ഊതിയിട്ട് ശരീരത്തിൽ തടവിയാൽ അന്നത്തെ ദിവസം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകില്ലെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾ മുഴുവനും ശിഫയാക്കണേ അല്ലാഹ്. നിന്റെ ഖുർആനിന് വലിയ മഹത്വമുണ്ട് അല്ലാഹ്. അതുപോലെ ഈ സൂറത്ത് പതിവായി ഓതുന്നവർക്ക് അല്ലാഹു സിഹർ കണ്ണേർ കേൾക്കുകയില്ല. അത്ര മഹത്തായ ഒരു സൂറത്താവും മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ അധികാരികളിൽ നിന്ന് നമ്മുടെ രേഖകളൊക്കെ ശരിയാകാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ ഈ സൂറത്ത് പതിവാക്കിയാൽ ആ കാര്യം അല്ലാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതാണ്. അടുത്തത്, ഇത് പതിവാക്കുന്നവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കുവാൻ സുബഹിയുടെയും സുന്നത്തിന്റെയും ഇടയിൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരുപാട് ആഗ്രഹമുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, ഒരു വീടിന്റെ ഉസ്താദേ, അതുപോലെ മക്കളിന്റെ ഉസ്താദേ, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലയിൽ പ്രയാസപ്പെടുന്നുണ്ട് ഉസ്താദേ, കടങ്ങൾ ധാരാളമുണ്ട് ഉസ്താദേ, ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ മഹത്തായ സൂറത്തിന്റെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മുടെ ആവശ്യ നിർവഹണത്തിന് നല്ല ഖലാസോടെ ഈ സൂറത്ത് സുബഹിയുടെയും സുബഹിയുടെ സുന്നത്തിന്റെയും ഇടയിൽ ഈ സൂറത്ത് 2 വട്ടം നിങ്ങൾ ഓതുക. ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാണ്. അപ്പോൾ ആ സൂറത്ത് ഏതാണ്? സൂറത്തുൽ മുസമ്മിൽ. ഏത് സൂറത്താണ്? സൂറത്തുൽ മുസമ്മിലാണ്. സൂറത്തുൽ മുസമ്മിലാണ്. ഈ സൂറത്തിന്റെ 9ാമത്തെ ആയത്ത് വരുമ്പോൾ, 9ാമത്തെ ആയത്ത് നമ്മൾ ഓതി തീരുമ്പോൾ, എത്രാമത്തെ ആയത്താണ്? സൂറത്തുൽ മുസമ്മിലിന്റെ 9ാമത്തെ ആയത്ത് നമ്മൾ ഓതി തീരുമ്പോൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് 25 പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ട് ആ സൂറത്ത് നമ്മൾ ഓതി പൂർത്തിയാക്കണം. ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ പതിവാക്കിയാൽ, ഇങ്ങനെ പതിവാക്കി വന്നാൽ മഹാന്മാര് പറയുന്നു നിങ്ങളുടെ ഏത് കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുന്നതാണ്. ഇത് ആലിമീങ്ങൾ പരീക്ഷിച്ച് നോക്കുകയും അവരുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ വിജയങ്ങൾ നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടിട്ടുള്ള അല്ലാഹു ആശ്വാസത്തിന്റെ ഒരു പ്രതീകമായി, ആശ്വാസവചനമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. അപ്പോൾ ഈ സൂറത്തുൽ മുസമ്മിൽ എല്ലാവരും ഓതുക. അതിന്റെ മഹത്വങ്ങൾ ചർച്ച ചെയ്തതാണ്. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ നിങ്ങൾ പലരും രോഗികളാണ്, നിങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ പടച്ചോനെ. കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങൾ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. പടച്ചോനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ റഹ്മാനായ റബ്ബ്. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിൽ നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങൾ കടമുള്ളവരുടെ കടങ്ങൾ വീട്ടണേ പടച്ചവനെ. ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك عليه.